ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് ഓരോ എൻട്രൻസ് എക്സാമുകളും എന്തിനു വേണ്ടിയിട്ടാണെന്നും അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ധാരണയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളൊന്നും അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാ എക്സാമുകളെ പറ്റും കൃത്യമായുള്ള ധാരണയുണ്ടാവും. എല്ലാ എക്സാമുകളും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട സ്ഥലങ്ങളെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായുള്ള ബോധ്യം ഉണ്ടാവും. എന്നാലും ചില ആൾക്കാർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ഇനി ആ എക്സാം എഴുതിയാൽ ഞാൻ വിചാരിച്ച ആ കോഴ്സിലേക്ക് മാത്രമാണോ അഡ്മിഷൻ എന്നൊക്കെയുള്ള കുറേ തോട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കീം എക്സാമിനെ പറ്റിയാണ്. എന്താണ് കീം എക്സാം? ആർക്കൊക്കെയാണ് കീം എക്സാം എഴുതാൻ പറ്റുക? കീം എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടേക്കൊക്കെ പോകാം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കീമിൻ്റെ ഫുൾ ഫോം നിങ്ങളിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ മെഡിക്കൽ, ഇതാണ് ഈ ഒരു എക്സാം. കീം എക്സാം എന്ന് പറഞ്ഞ് കീം എൻട്രൻസ് എക്സാം നടക്കാറുണ്ട്. ആ കീമിൻ്റെ ഒരു ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്: കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ആൻഡ് മെഡിക്കൽ. ഇപ്പോൾ ഏകദേശം ധാരണ കിട്ടിയോ? സംഭവം സിമ്പിളാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കീം എൻട്രൻസ് എക്സാം എഴുതിയിരിക്കണം. ഓക്കെ, കീമിൻ്റെ റാങ്ക് വെച്ച് മാത്രമാണോ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടുക? അല്ല, നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റിൻ്റെയും മാർക്കും കൂടി നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഒരു കാരണമാവും. അപ്പോൾ കീം എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കും +2ലെ ഈ 3 സബ്ജക്റ്റിൻ്റെ മാർക്കും വെച്ചിട്ടാണ് എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുക. ആൻഡ് കീം എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്തായാലും കീം എക്സാം എഴുതിയിരിക്കണം. ഓക്കെ, രണ്ടാമത്തത് ആർക്കിടെക്ചറൽ. ഈ ആർക്കിടെക്ചറൽ അതായത് BArchനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ആർക്കിടെക്ചറൽ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ കീം എക്സാം എഴുതണമെന്നില്ല. നിങ്ങൾ കീമിനെ രജിസ്റ്റർ ചെയ്തിട്ടിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട എക്സാം നാറ്റ ആണ്. ഓക്കെ, നാറ്റ എക്സാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ കേരളത്തിലെ ആർക്കിടെക്ചറൽ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിലാണ് നിങ്ങൾക്ക് BArchന് സീറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കീമിനെ രജിസ്റ്റർ ചെയ്ത് വെക്കുക ആൻഡ് നാറ്റ് ക്ലിയർ ചെയ്യുക. ഓക്കെ, ആൻഡ് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കീമിന് ബന്ധം? എല്ലാവരുടെ വിചാരം കീം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിന് വേണ്ടി മാത്രമുള്ള എൻട്രൻസ് ആണെന്ന്. അല്ല, നിങ്ങൾ BPharm പോലത്തെ മെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ആക്ച്വലി കീമാണ്. അപ്പോൾ കീം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇങ്ങനെ BPharmനൊക്കെ അഡ്മിഷൻ കിട്ടുമോ? അതെ, കീം എഴുതിയിട്ടുണ്ടെങ്കിൽ കീമിൽ നിങ്ങളെല്ലാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കീമിനുള്ള മെഡിക്കൽ അതായത് BPharm പോലത്തെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറി പറ്റാം. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി, മാത്സ് എഴുതേണ്ടതില്ല. ആ കാര്യവും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും വേറെ ഉണ്ടടാ, മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിലെ MBBS കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആട്ടോ. MBBS കിട്ടണമെങ്കിൽ നീറ്റ് എക്സാം എഴുതണം. അപ്പോൾ നീറ്റ് എക്സാം എഴുതിയിട്ട് കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. നീറ്റ് എക്സാം ക്ലിയർ ചെയ്യണമെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ കീമിന് അറ്റ്ലീസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. കീം എക്സാം എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കീമിന് രജിസ്റ്റർ ചെയ്താൽ മതി. നീറ്റ് ക്ലിയർ ചെയ്യൽ നിർബന്ധമായുള്ള കാര്യമാണ്. നീറ്റ് ക്ലിയർ ചെയ്യണം, കീം എക്സാമിന് രജിസ്റ്റർ ചെയ്തു വിടണം. എങ്കിൽ മാത്രമേ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. ഒരുപാട് വേറെ കോഴ്സുകളുണ്ട്. പിന്നെ BSc ഫോറസ്ട്രി, അതേപോലെ തന്നെ ഫിഷറീസ്, ഇതിലൊക്കെ നിങ്ങൾ അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ കീം എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. കീം എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് കീം കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ കീം എക്സാം നടത്തുന്നതിൻ്റെ ഉദ്ദേശങ്ങളായിട്ട് നിങ്ങൾക്കുള്ളത്. ആൻഡ് ആർക്കൊക്കെ എഴുതാൻ പറ്റുക? നിങ്ങൾ +2 പാസ്സായ ഒരാളായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ, നിങ്ങൾ +2 പാസ്സായി നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഇയർ, ഇപ്പോൾ നിങ്ങൾ ഈ വർഷം 2026 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ 2026 ഡിസംബർ 31 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 17 വയസ്സ്, മിനിമം 17 വയസ്സാകണം. മാക്സിമം എത്ര ആയാലും പ്രശ്നമില്ല. ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. ആൻഡ് മിനിമം 17 വയസ്സ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ആ ഇയർ ഡിസംബർ 31 ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് പൂർത്തിയായിരിക്കണം. അതാണ് ക്രൈറ്റീരിയ. ഓക്കെ, വേറെ കാര്യമായിട്ടുള്ള ക്രൈറ്റീരിയകളൊന്നും എക്സാമിനില്ല. പിന്നെ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റുകളിൽ ടോട്ടൽ അഗ്രിഗേറ്റ് ആയിട്ട് 45% മാർക്ക് മതി. 45% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കീം എക്സാം എഴുതാവുന്നതാണ്. ആൻഡ്
ഈ 3 സബ്ജക്റ്റിൻ്റെയും മാർക്കും കൂടി കൂട്ടിയിട്ടാണ് കീമിൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർ എഞ്ചിനീയറിങ്ങിനും ബിഫാം പോലത്തെ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അവർക്ക് കൂടി യൂസ്ഫുൾ ആകട്ടെ. ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.